അപ്പോൾ ഈ ഹിന്ദു ഐക്യവേദി എന്ന പേര് പറയുന്ന പോലെ ഹിന്ദുക്കളുടെ ഇടയിൽ ഐക്യമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? കാരണം ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പണ്ട് മുതലേ ഈ ഹിന്ദുവിൽ ഒരുപാട് കാസ്റ്റ് സിസ്റ്റം നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഒരു ഐക്യം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ ഈ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്? ഹിന്ദു ഐക്യവേദിയുടെ കഴിഞ്ഞ 22 വർഷത്തെ പ്രവർത്തന ഫലമായിട്ട് കേരളത്തിൽ വലിയൊരു സാമൂഹിക മാറ്റം ഉണ്ടാക്കാൻ ഹിന്ദു ഐക്യയുടെ പ്രവർത്തനം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേരളം രൂപം കൊണ്ടതിന് ശേഷം വന്ന സർക്കാരുകളെല്ലാം, അതിൽ വിശിഷ്യ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ, ഈ ജാതീയമായ ചിന്തകൾ അടിച്ചേൽപ്പിക്കുന്ന തരത്തിൽ, ജാതീയമായ ചിന്തകൾ വളർത്തുന്ന തരത്തിൽ പ്രവർത്തിക്കുകയും അവരെ അത്തരം ചിന്തകളിലേക്ക് കൊണ്ടുപോകാനുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇന്നും അവർ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കേരളത്തിലെ പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ ജനവിഭാഗങ്ങളെ അധികാരത്തിൽ വന്ന് അവർക്ക് ഭൂമികൾ നൽകിക്കൊണ്ട് കേവലം കോളനിവൽക്കരിക്കപ്പെട്ട ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടുത്തെ ഏറ്റവും അധസ്ഥിതരായിട്ടുള്ള പട്ടികജാതി പട്ടികവർഗത്തിൽ വിഭാഗപ്പെട്ട ആളുകളെ 4 സെന്റിലും 3 സെന്റിലും അടങ്ങുന്ന കോളനികളിലേക്ക് അവരെ മാറ്റിക്കൊണ്ട് അവരെ കോളനിവൽക്കരിക്കപ്പെട്ടു. അതിനുശേഷം അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങൾ നൽകുകയോ അത്തരം അവരെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിലെ ഭരണഘടനയിൽ പറഞ്ഞ അവരുടെ സംവരണം ശരിയായ രീതിയിൽ നടപ്പിലാക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നും അത്തരം ആളുകൾ അവശത അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നു. അവരെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രവർത്തനം ഇവിടെ കേരളത്തിൽ വിശേഷ ഒരു രാഷ്ട്രീയ പാർട്ടികളും അതിന് പരിശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഇന്ത്യ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കേരളം ആണെങ്കിലും ഒരുപാട് ആൾക്കാർ ഫോർവേഡായി ചിന്തിക്കാൻ തുടങ്ങി മോഡേൺ സൊസൈറ്റി എന്നൊക്കെ. പക്ഷെ ഇപ്പോഴും പലരും ഭയങ്കര അഭിമാനത്തോടെ പറയാറുണ്ട്, ഞാൻ ഇന്ന ജാതിപ്പെട്ടതാണ് അല്ലെങ്കിൽ ഞാൻ ചെറിയ ജാതിയാണെന്ന് വിഷമിച്ചിട്ടും പറയാറുണ്ട്. പല കേസുകളും പറയാറുണ്ട്, ജാതിയുടെ പേര് പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി, കളിയാക്കി, മാറ്റി നിർത്തപ്പെട്ടു എന്നൊക്കെ. അപ്പൊ ഈ കീഴ്ജാതി മേൽജാതി എന്നുള്ള സമ്പ്രദായത്തിനെ പറ്റി എന്താ പറയാനുള്ളത്? ജാതീയത അവസാനിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. ഈ ജാതീയമായ ചിന്താഗതികളെ അകറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിലെ ഒട്ടനവധി സമരങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കളായി നമ്മൾ ഇന്നും പൂജിക്കുന്ന ശ്രീമദ് അയ്യങ്കാളിയും ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും അങ്ങനെ ഒട്ടനേകം സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഈ ജാതീയ ചിന്തയ്ക്ക് അതീതമായി ഈ കേരളം ഉയരണം എന്നുള്ള നിലയിൽ ചിന്തിച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണല്ലോ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമാം ഇത് എന്ന് പറഞ്ഞത് നമ്മുടെ കേരളത്തെയാണ്. അപ്പോൾ ജാതിയോ മതമോ യാതൊരു ചിന്തയും ഇല്ലാതെ എല്ലാവരും ഒരുമിച്ച് പോകണമെന്ന ചിന്ത വളർത്തുന്നതിന് വേണ്ടിയിട്ട് അവരൊക്കെ പരിശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു പരിശ്രമത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ വന്ന രാഷ്ട്രീയ അധികാരികൾ അവരുടെ രാഷ്ട്രീയമായ നേട്ടത്തിനും നിലനിൽപ്പത്തിനും വേണ്ടിയിട്ട് ഭിന്നിപ്പിക്കുക, ജാതീയമായ ചിന്തകൾ വളർത്തുക എന്ന ഒരു പരിശ്രമം അവർ നടത്തിക്കൊണ്ടേയിരുന്നു. ആ ഒരു പരിശ്രമത്തിൽ ഒരു പരിധി വരെ അവർ വിജയിച്ചു. പക്ഷെ കഴിഞ്ഞ 22 വർഷത്തെ ഹിന്ദു ഐക്യവേദിയുടെ കേരളത്തിലെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഒട്ടനേകം സാമുദായിക സംഘടനകളെയും സാമുദായിക നേതാക്കന്മാരെയും സംഘടിപ്പിച്ചുകൊണ്ട് അവരിലേക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ സാമൂഹ്യ പരിഷ്കരണം സാധ്യമാകണമെങ്കിൽ ആദ്യം തന്നെ ഓരോ മനുഷ്യരിലും മാനസിക പരിവർത്തനം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മളിലുള്ള ജാതി ചിന്ത മാനസികമായ പരിവർത്തനത്തിൽ കൂടെ ഇല്ലായ്മ ചെയ്യാൻ സാധിച്ചാലാണ് സാമൂഹ്യ പരിഷ്കരണം സാധ്യമാവുള്ളൂ. അപ്പം അതിനു വേണ്ടിയിട്ട് ഒരു സാമൂഹ്യ പരിഷ്കരണം ഉണ്ടാകാൻ ഓരോ വ്യക്തികളിലും സമുദായങ്ങളിലും സംഘടനകളിലും ഇത്തരം പരിവർത്തനങ്ങൾ മാറ്റാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനുമാണ് ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തനം കൊണ്ട് ആഗ്രഹിക്കുന്നത്.